തിരുവനന്തപുരം SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വിതുര മീനാങ്കൽ സ്വദേശി ആനന്ദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഷഫീദ് റാവുത്തർ വിരളമായി. ഷഫീദ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത നൽകിയതാണ്. അദ്ദേഹത്തെ ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് കാരണം എന്നതറിയാൻ കഴിയുന്നുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ. അനുജ, എന്താണ് കാരണമെന്ന് അറിയില്ല. പക്ഷേ സങ്കടകരമായ ഒരു വാർത്തയാണ് പേരൂർക്കട SAP ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് ഇയാൾ ഈ ക്യാമ്പിലെ ശുചിമുറിയിൽ 2 കൈകളിലെയും ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ശേഷം പേരൂർക്കട ആശുപത്രിയിലും പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ക്യാമ്പിൽ അദ്ദേഹത്തിന് ചികിത്സയിൽ വീണ്ടും തുടർന്നത്. ക്യാമ്പിലേക്ക് മടക്കിക്കൊണ്ടുവരികയും അദ്ദേഹം ചികിത്സയെ തുടർന്നുള്ള വിശ്രമത്തിലായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ വീണ്ടും ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിതുര മീനാങ്കൽ സ്വദേശി ആനന്ദാണ്. ബി കമ്പനി പ്ലറ്റൂൺ ലീഡർ ആയിരുന്നു. ഈ ചില ഇടങ്ങളിൽ നിന്ന് ഈ ജോലി സമ്മർദ്ദവും ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനം എന്നൊക്കെയുള്ള ആക്ഷേപം ഉയർന്നത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ പരാതിയായി ഇതുവരെയും ഉയർന്നിട്ടില്ല. നമുക്കത് പറയാനും കഴിയില്ല. പക്ഷേ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ബി കമ്പനി പ്ലറ്റൂൺ ലീഡർ ആയിരുന്നു അദ്ദേഹം. ആദ്യം ഒരു വട്ടം അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്, കൈഞ്ഞരമ്പ് മുറിച്ച്. പക്ഷേ അന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇത്തവണ അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. പേരൂർക്കട ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചിരുന്നു. അനുജ, ഇപ്പോൾ ഈ വസതിയിലാണോ അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ആദ്യ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം അദ്ദേഹത്തെ പിന്നീട് നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആരും സംസാരിക്കാൻ തയ്യാറാവുകയോ ഒന്നും ചെയ്തിരുന്നില്ലേ? നമുക്ക് എന്താണ് കൂടുതലായി അറിയാൻ കഴിഞ്ഞത്? ഈ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ശേഷം അദ്ദേഹത്തെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹത്തെ ക്യാമ്പിലേക്ക് തന്നെ കൊണ്ടുവന്ന് ക്യാമ്പിൽ അദ്ദേഹം നിരീക്ഷണത്തിലും ചികിത്സയെ തുടർന്നുള്ള വിശ്രമത്തിലുമായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തെ വീണ്ടും ഈ ക്യാമ്പിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത്. അതിനുശേഷം പേരൂർക്കട ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ദുഃഖകരമായ ഒരു വാർത്തയാണ്. എന്താണ് ഇതിന് കാരണമായത്? എന്താണ് ആത്മഹത്യക്ക് കാരണം? ഒരു വട്ടം ശ്രമിക്കുന്നു, അത് പരാജയപ്പെടുന്നു. രണ്ടാമത് വീണ്ടും ഇങ്ങനെ ആത്മഹത്യയിലേക്ക് എത്താനുള്ള കാരണം എന്താണ് എന്ന് ഇതുവരെയും വ്യക്തമല്ല. അനുജ, തിരുവനന്തപുരം SAP ക്യാമ്പിൽ തന്നെയാണ് പോലീസ് ട്രെയിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആനന്ദ് എന്ന മീനാങ്കൽ സ്വദേശിയാണ് മരിച്ച നിലയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയതാണ്. കൈഞ്ഞരമ്പ് മുറിച്ച് 2 കൈകളിലെയും ഞരമ്പ് മുറിച്ച് ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്ന വാർത്ത. അതിനുശേഷം അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരം, ക്യാമ്പിൽ അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. വിതുര മീനാങ്കൽ സ്വദേശി ആനന്ദാണ്. എന്താണ് കാരണം എന്നൊക്കെയുള്ളതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.